മാനേജ്മെൻറ്റ് ഓഫ് സോഫ്റ്റ്വെയർ സിസ്റ്റംസ് S5 CSE ഫസ്റ്റ് മൊഡ്യൂളിലെ ലൈഫ് സൈക്കിൾ മോഡലിൽ വാട്ടർഫോൾ മോഡൽ, ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ, ഇറ്ററേറ്റീവ് വാട്ടർഫോൾ മോഡൽ, പ്രോട്ടോടൈപ്പിംഗ് ഇത്രയും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഇൻക്രിമെൻ്റൽ മോഡൽ. Incremental model, also known as evolutionary model, it is based upon the principle of incremental developments of the functional units and then integrating it for visible. So each incremental version is tested individually before being integrated into the system. So this is the figure of incremental model. So all the requirements we collect, then outline all the descriptions. Then കൺകറൻ്റ് ആയിട്ട് സ്പെസിഫിക്കേഷനും ഡെവലപ്മെൻറ്റും വാലിഡേഷനും നടക്കും. അപ്പോൾ കൺകറൻറ്റ് വാലിഡേഷന് ഒരു സ്പെസിഫിക്കേഷൻ കഴിഞ്ഞ് അതിനെ ഡെവലപ്പ് ചെയ്തു, അതിനെ വാലിഡേറ്റ് ചെയ്ത് ഇനീഷ്യൽ വേർഷൻ നമ്മൾ റെഡിയാക്കി. ആ ഇനീഷ്യൽ വേർഷൻ കസ്റ്റമറിന് കൊടുക്കുന്നു. അതിൽ കസ്റ്റമർ വർക്ക് ചെയ്യുന്നു, കസ്റ്റമറിന് പലതരത്തിലുള്ള ഫീഡ്ബാക്കുകൾ കിട്ടുന്നു. ആ ഫീഡ്ബാക്ക് തിരിച്ച് ഡെവലപ്മെൻറ്റ് ടീമിന് കൊടുക്കുകയാണ്. ആ ഫീഡ്ബാക്കിനനുസരിച്ച് അവർ അടുത്ത ഇൻ്റർമീഡിയറ്റ് വേർഷൻസുകൾ ഡെവലപ്പ് ചെയ്യും. സോ അങ്ങനെ അവർ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫങ്ഷണാലിറ്റിയും ഒപ്പം ഫീഡ്ബാക്സും കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഫൈനൽ വേർഷനിലേക്ക് പോകുന്നു. അതാണ് ഇൻക്രിമെൻ്റൽ മോഡൽ അല്ലെങ്കിൽ എവല്യൂഷണറി ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ഫേസിൽ നമ്മൾ ചെയ്യുന്നത്. സോ ഇൻക്രിമെൻ്റൽ മോഡൽ എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർ ഇവോൾവ്സ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ആദ്യം ഒരു ഇനീഷ്യൽ മോഡൽ ഉണ്ടാവുന്നു, ഇനീഷ്യൽ റിക്വയർമെൻറ്റ്സ് വെച്ചിട്ട്. ദെൻ അതിൽ നിന്ന് സെക്കൻഡ് വേർഷൻ ഉണ്ടാവുന്നു, തേർഡ് വേർഷൻ ഉണ്ടാവുന്നു. അങ്ങനെ ആ എല്ലാ വേർഷനുകളും ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫൈനൽ വേർഷനിലേക്ക് പോകുന്നു. അതാണ് ഇൻക്രിമെൻ്റൽ മോഡൽ. അഡ്വാൻറ്റേജസ് ഓഫ് ഇൻക്രിമെൻ്റൽ മോഡൽ: വി ഡു നോട്ട് ഹാവ് ടു വെയിറ്റ് അൺടിൽ ദ എൻ്റയർ സിസ്റ്റം ഡെലിവേർഡ്. ഫുൾ സിസ്റ്റം കിട്ടുന്നത് വരെ ഒരു കസ്റ്റമറിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ ഇൻക്രിമെൻറ്റ്സ് റെഡി ആകുമ്പോൾ കസ്റ്റമേഴ്സിന് ലഭിക്കുന്നു. ദെൻ കസ്റ്റമേഴ്സ് ക്യാൻ യൂസ് ഏർലി ഇൻക്രിമെൻറ്റ്സ് ആസ് പ്രോട്ടോടൈപ്പ്. ഓരോ ഇൻക്രിമെൻറ്റും അവർക്ക് പ്രോട്ടോടൈപ്പ് പോലെ ഡെമ്മി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് കിട്ടുകയാണ്. സോ ലോവർ റിസ്ക് ഓഫ് ഓവറോൾ പ്രോജക്റ്റ് ഫെയിലിയർ. എന്തെങ്കിലും ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് പോകാം. ഫെയിലിയേഴ്സ് വളരെ കുറവായിരിക്കും. സോ മോർ ടെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആർ ദെയർ. ദെൻ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് എറേഴ്സ്. ഓരോ ഇൻക്രിമെൻ്റായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് എറേഴ്സ് ആണ് ഹാപ്പൻ ചെയ്യുള്ളൂ. ദെൻ വർക്കിംഗ് സോഫ്റ്റ്വെയർ ക്യാൻ ബി ഡൺ ക്വിക്ക്ലി. ഏർലി സ്റ്റേജസിൽ തന്നെ ഒരു വർക്കിംഗ് സോഫ്റ്റ്വെയർ ആണ് കസ്റ്റമേഴ്സിന് കിട്ടുന്നത്. സോ ഇറ്റ്സ് മോർ ഫ്ലെക്സിബിൾ ആൻഡ് ലെസ് കോസ്റ്റ്ലി. എന്തെങ്കിലും ഒരു റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതാത് സമയങ്ങളിൽ നമുക്ക് ആഡ് ചെയ്ത് പോകാനായിട്ട് ഒരു ഇൻക്രിമെൻ്റൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ സാധിക്കും. ലോവർ റിസ്ക്, മോർ ടെസ്റ്റിംഗ്, ലിമിറ്റഡ് എമൗണ്ട് ഓഫ് എറേഴ്സ്, ഇതെല്ലാമാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഇൻക്രിമെൻ്റൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. സോ ദ ഡിസഡ്വാൻറ്റേജസ് എന്തെന്നാന്ന് വെച്ചാൽ ലാർജ് സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സിനാണ് ഇൻക്രിമെൻ്റൽ ഡെവലപ്മെൻറ്റ് പോസിബിൾ. സ്മോൾ പ്രൊഡക്റ്റിനാണെങ്കിൽ ഒരു ഇനീഷ്യൽ വേർഷൻ ഉണ്ടാക്കുക, പിന്നെ നെക്സ്റ്റ് വേർഷനിലേക്ക് പോവുക, ദാറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. സോ ഇൻക്രിമെൻറ്റ് ഷുഡ് ബി സ്മോൾ ആൻഡ് ഈച്ച് ഇൻക്രിമെൻറ്റ് ഷുഡ് ഡെലിവർ സം സിസ്റ്റം ഫങ്ഷണാലിറ്റി ഓൾസോ. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു മാപ്പ് ഈച്ച് ആൻഡ് എവറി റിക്വയർമെൻറ്റ് in an incremental fashion. So it is hard to identify common facilities needed by all requirements. കോമൺ ഫെസിലിറ്റീസ്, ഓരോ ഇൻക്രിമെൻറ്റിലും കോമൺ ഫെസിലിറ്റീസ് ഉണ്ടാവും. ഇൻക്രിമെൻ്റായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് കുറച്ചുകൂടി ഹാർഡ് ടാസ്ക് ആണ്. സോ ഇതെല്ലാമാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. സോ ഇത് മോസ്റ്റ്ലി വെബ് ആപ്ലിക്കേഷനും പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസിലുമാണ് ഇൻക്രിമെൻ്റൽ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത്. ഓരോ മൊഡ്യൂൾസായിട്ട് ആഡ് ചെയ്ത് ഇനീഷ്യൽ വേർഷൻസ് കൊടുക്കുന്നു, നെക്സ്റ്റ് വേർഷൻസ് കൊടുക്കുന്നു, ദെൻ എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഫൈനൽ വേർഷനിലേക്ക് പോകുന്നു. ഇതിനെയാണ് നമ്മൾ ഇൻക്രിമെൻ്റൽ ഡെവലപ്മെൻറ്റ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്പൈറൽ മോഡൽ. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മോഡലാണ് സ്പൈറൽ മോഡൽ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ഈസ് ദ ഫിഗർ. ഒരു സ്പൈറൽ മോഡൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് റിസ്ക് എലമെൻറ്റിനെയും കൂടി ആഡ് ചെയ്തിട്ടുള്ളൊരു ലൈഫ് സൈക്കിൾ മോഡലാണ് സ്പൈറൽ മോഡൽ. എല്ലാ ഫേസിലും റിസ്ക് അനാലിസിസ് സ്പൈറൽ മോഡലിൽ നമ്മൾ നടക്കുന്നുണ്ട്. ഒരു റാപ്പിഡ് പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് റിസ്ക് അനാലിസിസ് ഉണ്ട്, സ്പെസിഫിക്കേഷൻ്റെ സമയത്ത് റിസ്ക്. സോ റിസ്ക് ഫാക്ടർ ഈസ് അനലൈസ്ഡ് ഇൻ ഈച്ച് ആൻഡ് എവറി ഫേസ്. ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് സ്പൈറൽ മോഡൽ. So this model contains the elements from all the other life cycle model.
along with the necessary risk involved in each of the developmental phase. So it is called as meta model. എല്ലാ ലൈഫ് സൈക്കിൾ ഫേസസിനെ പോലെ തന്നെ എല്ലാ ഫേസും സ്പൈറൽ മോഡലിലുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ എല്ലാ തരത്തിലുള്ള റിസ്കിനെയും കൂടി അനലൈസ് ചെയ്യുന്ന മോഡലാണ് സ്പൈറൽ മോഡൽ എന്ന് പറയുന്നത്. So the spiral model is a risk driven where the process is represented as spiral rather than a sequence of activities. ഇതിൽ ഓരോ ഫേസും നമ്മൾ സ്പൈറൽ ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. It was designed to include the best features from the waterfall and prototyping models and introduces a new component, risk assessment. Each loop in the spiral represents a phase. Thus, the first loop might be concerned with the system feasibility, then requirement definition, then system design. Likewise, so the representation of this model looks like a spiral with many loops. Number of loops in the model is not fixed. ഓരോ ലൂപ്പും നമുക്ക് ഓരോ ഇൻക്രിമെൻറ്റിനനുസരിച്ച് സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ച് നമുക്ക് സ്പൈറലുകളുടെ ലൂപ്പുകളുടെ എണ്ണം കൂട്ടിക്കൊടുക്കാവുന്നതാണ്. So phases of spiral model. Each phase in the spiral model is split into 4 quadrants. 4 ക്വാഡ്രൻ്റ് ആയിട്ടാണ് സ്പൈറൽ മോഡലിനെ തിരിച്ചിരിക്കുന്നത്. ഒബ്ജക്റ്റീവ് സെറ്റിംഗ്, റിസ്ക് അസസ്മെൻറ്റ് ആൻഡ് റിഡക്ഷൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് വാലിഡേഷൻ, then planning. So an example of spiral model. It looks like a spiral. It is divided into 4 quadrants. In this first quadrant, objectives, determination and identify alternative solution. Second phase, identify and resolve risk. Then in the third quadrant, develop next version of the product. And in the fourth quadrant, review and plan for the next phase. ഒരു അടുത്ത ഫേസിന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്പൈറൽ ആയിട്ടാണ് ഇതിലേക്ക് സ്പൈറൽ മോഡലിൽ ആഡ് ചെയ്ത് പോകുന്നത്. So a detailed figure is shown here. 4 quadrants are there. Risk analysis is there. So this is the detailed diagram for a spiral model. So in quadrant 1, the objectives and risks for that phase of the project are defined. In quadrant 2, risk assessment and reduction. We analyze all the risk. Then methods for risk reduction, etc. done in quadrant 2. Then in quadrant 3, development and validation. After risk evaluation, a process model for the system is chosen. So if the risk is expected in the user interface, then we must prototype the user interface. In quadrant 4, planning. The project is reviewed and a decision is made whether to continue with a further loop or not. So the advantages. Changing requirements can be accommodated. എത്ര ചേഞ്ച് ഉണ്ടെങ്കിലും നമുക്ക് സ്പൈറലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. It allows extensive use of prototype. Then requirements can be captured more accurately. Users see the system early. Then development can be divided into smaller parts and the risky parts can be developed earlier, which helps in better risk management. Spiral model is more powerful than prototype model. Risks are resolved by building prototype before actual development start. അപ്പോൾ എല്ലാ തരത്തിലുള്ള വാട്ടർഫോൾ മോഡലിൻ്റെയും പ്രോട്ടോടൈപ്പ് മോഡലിൻ്റെയും എല്ലാം പോസിറ്റീവ് സൈഡ് അഡ്വാൻറ്റേജസ് ആഡ് ചെയ്തിട്ടാണ് സ്പൈറൽ മോഡൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ റിസ്ക് അനാലിസിസും ചെയ്തു പോരുന്നു. സോ സ്പൈറൽ മോഡൽ ഈസ് വെരി എഫിഷ്യൻറ്റ് മോഡൽ. സോ ഡിസഡ്വാൻറ്റേജ് മീൻസ് ഇറ്റ്സ് ആക്ച്വലി കോംപ്ലെക്സ് and it is not suitable for small or low risk project. We are actually calculating all the risk. If there is no risk, then the whole time wastes. So the process of spiral model is somewhat complex. Spiral may go on indefinitely. എത്ര സ്പൈറൽ വേണമെങ്കിലും പോവാം. അങ്ങനെ പോകുന്നതിനനുസരിച്ച് സ്പൈറലിൻ്റെ ലെങ്ത് കൂടിക്കൊണ്ടിരിക്കും. So more complicated structure also there. So it is not suitable for outsourced project also. So these are the disadvantages of spiral model. Thank you.